നമസ്കാരം. ഇടുക്കി എക്സ്പ്രസിൻ്റെ ഡോക്ടേഴ്സ് ടോക്ക് എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സി കെയർ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടൻറ്റും ഏനോറെക്ടൽ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നിയാണ്. ഡോക്ടർ സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, സി കെയർ ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും സ്പെഷ്യാലിറ്റി ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്? ആയുർവേദത്തിൽ ശല്യതന്ത്രം എന്ന് പറയുന്ന സ്പെഷ്യാലിറ്റിയിൽ വരുന്നത് പ്രധാനമായിട്ട് ഓർത്തോപെഡിക്സ്, ഏനോറെക്ടലായിട്ടുള്ള പൈൽസ് ഫിസ്റ്റുല പോലത്തെ അസുഖങ്ങൾ, വെരിക്കോസ് വെയിൻ പോലത്തെ സിറ്റുവേഷൻസ് അതൊരൊറ്റ സ്പെഷ്യാലിറ്റിയിലാണ് ആയുർവേദത്തിൽ വരുന്നത്. അപ്പോൾ അതിൽ ഓർത്തോപെഡിക്സിൽ പ്രധാനമായിട്ട് മസ്കുലോസ്കെലറ്റൽ സിറ്റുവേഷൻസ്, അതിലിപ്പോൾ ഒരു ഫ്രാക്ചർ, ഡിസ്ലൊക്കേഷൻ, ഇപ്പോൾ ഷോൾഡറിൻ്റെ ഡിസ്ലൊക്കേഷൻ സംഭവിച്ചു, ഷോൾഡർ ഊരി പോകുന്നൊരു സിറ്റുവേഷൻ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ വീണ് കഴിഞ്ഞാൽ വരുന്ന ഈ ഡിസ്റ്റൽ റേഡിയസ് ഫ്രാക്ചർ, ഇപ്പോൾ അറ്റത്ത് നമ്മുടെ എല്ല് പൊട്ടി കൈകുത്തി വീണപ്പോൾ. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് പുറത്തുനിന്ന് പിടിച്ചിടാൻ പറ്റുന്ന സിറ്റുവേഷൻസ്. അപ്പോൾ എല്ലാ സിറ്റുവേഷൻസും നമുക്ക് മാനേജബിൾ അല്ല. ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഓർത്തോപെഡിക് സർജൻ്റെ സഹായം തേടേണ്ടി വരും. പക്ഷേ എല്ലാ സിറ്റുവേഷൻസും സർജറി വേണ്ടതുമല്ല. നമുക്ക് പുറമേ നിന്ന് പിടിച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ MD സമയത്ത് കഴിഞ്ഞ 3 കൊല്ലത്തിൽ ആദ്യം 2012 മുതൽ 15 വരെ ട്രെയിൻഡ് ആവുകയും അതിനുശേഷം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ മസ്കുലോസ്കെലറ്റൽ ഇപ്പോൾ ഒരു അക്യൂട്ടായിട്ട് വരുന്ന നടുവേദന, അതല്ലെന്നുണ്ടെങ്കിൽ മുട്ടിൻ്റെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഇപ്പോൾ സർവൈക്കൽ കഴുത്തിനുണ്ടാവുന്ന ഇപ്പോൾ ഡിജനറേഷൻ കൊണ്ടുണ്ടാകുന്ന സ്പോണ്ടിലോസിസ്, അല്ലെങ്കിൽ ഡിസ്പ്രലാപ്സ് കൊണ്ട് കയ്യിലോട്ട് വേദന തരിപ്പ് വരിക, ഇത്തരം സിറ്റുവേഷൻസാണ് നമ്മൾ ഈ ഓർത്തോപെഡിക് സിറ്റുവേഷൻസിൽ മാനേജ് ചെയ്യുന്നത്. ഇനി പൈൽസ് ഫിസ്റ്റുല പോലത്തെ കാര്യങ്ങൾക്ക് നമുക്ക് രോഗം രണ്ടാമത് വരാതെ ചികിത്സിക്കാൻ ഉതകുന്ന ക്ഷാരകർമ്മം, ക്ഷാരസൂത്രം തുടങ്ങിയ ചികിത്സാ വിധികളുണ്ട്. അതൊക്കെ ഈ ശല്യതന്ത്ര നമ്മുടെ സ്പെഷ്യാലിറ്റിയിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് ഇപ്പോൾ വെരിക്കോസ് വെയിൻ ഉള്ളത് കൊണ്ടുണ്ടാകുന്ന വീനസ് അൾസർ. അപ്പോൾ ഈ വീനസ് അൾസർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിൽ അൾസർ ഉണ്ടെങ്കിൽ അത് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ പ്രധാനമായിട്ടും ഇതിൽ വരുന്ന മറ്റ് സിറ്റുവേഷൻസ്, ഇപ്പോൾ ഒരു ന്യൂറോ ഡീജനറേറ്റീവ് സിറ്റുവേഷൻ ആയിട്ടുള്ള പാർക്കിൻസൺസ് പോലത്തെ സിറ്റുവേഷൻസ്. അപ്പോൾ പലപ്പോഴും രോഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഈ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇത് വരാതിരിക്കാൻ ഞാൻ ഏത് സമയത്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40 വയസ്സിലാണ് അത് ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിലെ ക്രമീകരണങ്ങൾ, ഭക്ഷണ രീതികൾ, വ്യായാമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് ആയുർവേദത്തിൽ തന്നെ കൃത്യമായി പറയുന്ന രോഗം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ക്ലിനിക്കാണ്, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് നമ്മൾ സി കെയർ ആയുർവേദ ഹോസ്പിറ്റലിൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ. ഡോക്ടർ, ഇപ്പോൾ ഈ യുവാക്കളുടെ പല IT ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള തൊഴിൽ മേഖലയിൽ അവർക്ക് കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യും, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നടുവേദന, അതുപോലെ കഴുത്തുവേദന, മുട്ടുവേദന, ഈ 3 വേദനകളും ഇപ്പം ഈ വളരെ പ്രായം കുറവുള്ള ആളുകളും നേരിടുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ഏത് രീതിയിലാണ് ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവരിവിടെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും നമ്മളത് എക്സാമിൻ ചെയ്ത് കറക്റ്റ് ഒരു എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രൊസീജിയർ ഓഫ് എക്സാമിൻ? ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എർഗണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതത് തൊഴിൽ മേഖലയിലുള്ളവർ രോഗം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ എർഗണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പ്രതിരോധാത്മകമായി ചെയ്യുന്നത് വളരെയധികം ഗുണപ്രദമാണ്. ഇനി ഈ അസുഖമായി വരുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. ഇപ്പോൾ ഒരാളുടെ ഷർട്ട് വേറൊരാൾക്ക് ഇടാൻ പറ്റുന്ന ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ അവരുടെ ക്ലിനിക്കൽ സിറ്റുവേഷൻസ് ഇത് തന്നെ. ഇപ്പോൾ ചില ആളുകളിൽ ഡിസ്പ്രലാപ്സോട് കൂടിയിട്ടായിരിക്കും ഈ പ്രശ്നം ഉണ്ടാവുക. ചിലരിൽ പക്ഷേ ഡിസ്പ്രലാപ്സ് ഉണ്ടാവണമെന്നില്ല, പക്ഷേ വേദന സിവിയർ ആയിരിക്കും പോസ്റ്ററൽ എറർ കൊണ്ട്. ഇപ്പോൾ ഒരു 10 ഡിഗ്രി തലകുനിച്ചിരുന്ന് കഴിഞ്ഞാൽ 6 ഇരട്ടി ലോഡ് വരും കഴുത്തിലെ കശേരുക്കളിൽ നിന്ന് തോളിലോട്ട് പിടിക്കുന്ന പേശികൾക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പോസ്റ്ററൽ കറക്ഷനാണ്. അപ്പോൾ അത് അവരവർക്ക് വേണ്ടുന്ന ഇണങ്ങുന്ന രീതിയിൽ. ഇപ്പോൾ ചിലർക്കൊക്കെ ഒരു പക്ഷേ പോസ്റ്ററൽ കറക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർത്തോസിസ് തന്നെ ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും. അത് ഷർട്ടിനുള്ളിൽ തന്നെ ഇടാവുന്ന രീതിയിൽ. രണ്ടാമത്തെ കാര്യം വ്യായാമം. അത് വളരെ കസ്റ്റമൈസ്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് തന്നെ ഒരേ ജോലി ചെയ്യുന്ന ഒരേ ആൾക്കാർക്ക് തന്നെ ഒന്ന് തന്നെ ആയിരിക്കില്ല നമ്മൾ കൊടുക്കണം, നമ്മൾ അതിൻ്റെ അകത്ത് വ്യത്യാസം വരും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൾ. അപ്പോൾ ഇതിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എക്സ്റ്റേണലി ഒരു തൈലം പരട്ടുക അല്ലെങ്കിൽ ഒരു ഓയിൻമെൻറ്റ് പരട്ടുക എന്നുള്ളതിനേക്കാളും ഇവിടെ വന്നിട്ടുള്ള പ്രശ്നം എന്താണെന്നും ആ പ്രശ്നത്തിന് കാരണം റൂട്ട് കോസ് എന്താണെന്നും മനസ്സിലാക്കി ആ പ്രശ്നം കൊണ്ടുണ്ടായ കുഴപ്പം പരിഹരിക്കാനും രണ്ടാമത് വീണ്ടും ഇത് വരാതിരിക്കാനും റെക്കറൻസ് വരാതിരിക്കാനും ഉള്ള രീതിയിലാണ് ആയുർവേദത്തിലെ കാര്യം വരുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ സ്വാസ്ഥ്യ സംരക്ഷണം ഇത് വരാതിരിക്കും. പലപ്പോഴും 70 വയസ്സുള്ള ഒരു ന്യൂറോ ഡീജനറേറ്റീവ് സിറ്റുവേഷനുള്ള ഒരു രോഗിയുടെ മകനോ മകളോ ചോദിക്കും, ഞങ്ങൾക്കിത് വരാതിരിക്കാൻ ഞങ്ങൾ എപ്പോൾ ശ്രദ്ധിക്കണം? 40 വയസ്സിലാണ് ശ്രദ്ധിക്കേണ്ടത്. 40 വയസ്സിൽ അവർ ഭക്ഷണ ക്രമീകരണങ്ങളും വ്യായാമവും ജീവിതശൈലി ക്രമീകരണങ്ങളും കൃത്യമായിട്ട് വരുത്തി കഴിഞ്ഞാൽ നമുക്കിതിനെ പ്രതിരോധിക്കാൻ പറ്റും. അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണ്.
രണ്ടാമത് ഇപ്പം മുട്ട് മാറ്റി വയ്ക്കാൻ പറഞ്ഞ 70 വയസ്സുള്ള അമ്മയുടെ മകളും 35 വയസ്സിൽ ചോദിക്കും അമ്മയ്ക്ക് 70 വയസ്സിൽ മുട്ട് മാറ്റി വയ്ക്കേണ്ടി വന്നു. അപ്പോൾ അത് മാറ്റി വയ്ക്കാതിരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ എല്ലാ സിറ്റുവേഷനിലും സർജറി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർജറി വേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്, അത് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ചില സിറ്റുവേഷൻസിൽ ആയുർവേദത്തിന് ഇടപെടാൻ പറ്റുന്ന, അത് പേഷ്യൻ്റെ ഡിമാൻഡ്, പേഷ്യൻറ്റിൻ്റെ പരിശോധന, ശാരീരിക പരിശോധന, ക്ലിനിക്കൽ എക്സാമിനേഷൻ, പിന്നെ നമ്മളതിലൊരു ഇൻ്റർനാഷണൽ ക്രൈറ്റീരിയ വെച്ച് ഡോക്യുമെൻ്റ് ചെയ്തിട്ടാണ് ഈ രോഗിയെ നമ്മൾ ചികിത്സിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് മൾട്ടി ഫാക്ടോറിയലാണ്. നമ്മൾ വെറുതെ ഫോണിൽ വിളിച്ചിട്ട് മുട്ട് മാറ്റി വയ്ക്കാൻ പറഞ്ഞു, ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരവില്ല. കൃത്യമായി ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ ക്രൈറ്റീരിയ ഫോളോ ചെയ്ത് ശാരീരിക പരിശോധനയിലൂടെ മാത്രമാണ് നമുക്ക്. പേഷ്യൻ്റ് ഡിമാൻഡ് വളരെ പ്രധാനമാണ്. പേഷ്യൻ്റ് ചെരിവുള്ള സ്ഥലത്തോടെയും സ്റ്റെപ്പ് കയറി ഇറങ്ങി നടക്കണമെങ്കിൽ ഇതില്ലാതെ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട്, ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ കഴുത്തിൽ നിന്ന് ഡിസ്ക് പുറത്തോട്ട് തള്ളി ചിലപ്പോൾ ഒരുപക്ഷെ സർജറി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ സർജറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ രോഗിക്ക് ഇതേ കാര്യം തന്നെ, അതായത് അവർ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ തുടരുകയും വേണം. അപ്പോൾ നമ്മൾ അസുഖം വരാതിരിക്കാൻ വേണ്ടി ആയുർവേദത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് പോലെ തന്നെ അസുഖം വന്നിരിക്കുന്ന അസുഖം ഇപ്പോൾ ഉള്ള കുഴപ്പം മാറാനും രണ്ടാമത് വീണ്ടും ഇത് റെക്കർ ചെയ്യാതിരിക്കാനും വേണ്ടി അപ്പോൾ അതിൽ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട്, ഇപ്പോൾ പോസ്റ്ററിൻ്റെ കാര്യത്തിൽ, അതല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ജീവിതശൈലിയിലെ കാര്യത്തിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ തുടരേണ്ട വ്യായാമം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും എല്ലാ രോഗികൾക്കും കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇത് അവരെത്രമാത്രം ഇതിനോട് നീതി പുലർത്തുന്നു, അവരെത്രമാത്രം ഇതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് കംപ്ലീറ്റ് റിലീഫ് കിട്ടാൻ വളരെ പ്രധാനമാണ്. അപ്പോൾ പലപ്പോഴും നമ്മളിത് കൃത്യമായിട്ട് പറഞ്ഞത് പ്രയോജനമുണ്ടെന്ന് മനസ്സിലായാൽ പോലും എല്ലാവരും ഇത് അതേപോലെ തുടരണം എന്നില്ല. അപ്പോൾ അവർ തുടർന്നാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം കിട്ടും. അല്ല തുടർന്നില്ലെങ്കിൽ അതിനനുസരിച്ച് പണ്ടത്തെ രീതിയിലോട്ട് തിരിച്ചു പോവില്ല. പക്ഷെ എന്നാലും അവിടെ ഒരു ബുദ്ധിമുട്ട് അവശേഷിക്കാനുള്ളൊരു സാധ്യതയുണ്ട്.